തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടക്കയാത്രയിൽ അനിശ്ചിതത്വം. ആദ്യമെത്തിയ സാങ്കേതിക വിദഗ്ധർക്ക് പ്രശ്നം പരിഹരിക്കാനായില്ല. പ്രശ്നം പരിഹരിക്കുന്നതിനായി മറ്റൊരു വിദഗ്ധ സംഘം ഉടൻ എത്തും. ശേഷം അറ്റകുറ്റപ്പണികൾക്കായി എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാനാണ് തീരുമാനം. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, ഇപ്പോൾ ഈ യുദ്ധവിമാനം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അതിലെ ജീവനക്കാർ അടക്കമുള്ളവർ മടങ്ങിപ്പോയോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ലക്ഷ്മി, കഴിഞ്ഞ 12-നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തത്. അതിനുശേഷം വിമാനത്താവളത്തിലെ ബേ നമ്പർ 4-ൽ ഇപ്പോൾ വിമാനം സ്ഥിതി ചെയ്യുകയാണ്. നേരത്തെ ഒരു പൈലറ്റ് മാത്രമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒറ്റ പൈലറ്റിന് യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാനമാണ്. ഈ വിമാനത്തിൻ്റെ പൈലറ്റ് മടങ്ങിപ്പോയിട്ടുണ്ട്. ആദ്യ ഘട്ടങ്ങളിൽ ഇവിടെ എത്തിയതിനു ശേഷം ഇന്ധനം നിറച്ച് തിരികെ പോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് ശേഷവും ഈ വിമാനത്തിന് മടങ്ങി പോകാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടായി. തുടർന്നാണ് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ എത്തിച്ച് ഇവിടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. അപ്പോൾ ആദ്യഘട്ടം മുതൽ എയർ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഈ വിമാനം എയർ ഇന്ത്യയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റാൻ. പക്ഷേ അന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഇത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു വിദഗ്ധ സംഘം എത്തി അവർ നടത്തിയ പരിശോധനയിൽ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വിമാനം നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധരും ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധരും വീണ്ടും ഒരു സംഘമായി എത്തുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് വിമാനം മാറ്റി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ചയോട് കൂടി തന്നെ ഈ വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഒരു പൈലറ്റ് ആദ്യ ഘട്ടം മുതൽ തന്നെ വിമാനത്തിൻ്റെ അരികിൽ നിന്നും മാറാതെ വിമാനത്തോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ബ്രിട്ടൻ്റെ യുദ്ധവിമാനമായ F-35 സീരീസിൽപ്പെടുന്ന ഈ വിമാനങ്ങൾ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നവയാണ്. അവയുടെ സാങ്കേതിക പരമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുമ്പോൾ ചോരുന്നതിനിടയാകുമോ തുടങ്ങിയ സംശയങ്ങൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടായിരുന്നു ഇത് ആദ്യം മാറ്റാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത വിദഗ്ധ സംഘം കൂടി എത്തി ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഈ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുകയും ശേഷം ഉടൻ തന്നെ മടങ്ങിപ്പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലക്ഷ്മി. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.